ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ പുതിയ ജഡ്ജസ് നാദിറയും സെറീനയും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുകയാണ്. മത്സരങ്ങളെല്ലാം ജയിച്ച് സേഫ് സോണിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയെ പുറത്താക്കണം. അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ബിഗ് ബോസിലേക്ക് പറഞ്ഞുവിടാൻ ആഗ്രഹിക്കുന്ന ചില മത്സരാർത്ഥികൾ പുറത്താകും. ഇത് ഞാൻ വളരെ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 2 എക്സ്ട്രാ ജഡ്ജസ് അവർ ചില കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് വന്നിരിക്കുന്നത്. സെലക്ഷൻ പ്രോസസ്സ് അത് നമ്മൾ കാണുന്ന ആ ഒരു രീതിയിലല്ല സെലക്ഷൻ വരുന്നത്. ബിഗ് ബോസിൻ്റെ ഒരു വലിയൊരു സെലക്ഷൻ പാനലുണ്ട്. അതിൽ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് തുടങ്ങി ഒട്ടനവധി പേരുണ്ട്. അവർ പല പല കാര്യങ്ങളാണ്, പല പാരാമീറ്റേഴ്സാണ് അവർ ചെക്ക് ചെയ്ത് എൻഷുർ ചെയ്യുന്നത്. 100 ദിവസം ആ വീട്ടിൽ സർവൈവ് ചെയ്യാനായിട്ടുള്ള മെൻ്റൽ ഫിസിക്കൽ സ്ട്രെങ്ത് എല്ലാം അവർ എൻഷുർ ചെയ്യും. നമുക്കറിയാം, വളരെ നല്ല രീതിയിൽ ഗെയിം കളിച്ച കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസ് ഉള്ള ആളുകളെല്ലാം അവർ പുറത്താക്കി കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് സംഭവിച്ചത്. സെറീനയും നാദിറയും കൂടി ഇന്ന് ഒരു കാൻഡിഡേറ്റിനെ പുറത്താക്കുമ്പോൾ അവർ പറയുന്ന പല റീസണുകളിൽ ഒരു പ്രധാനപ്പെട്ട റീസൺ മലയാള ഭാഷ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് അറിയില്ല എന്നുള്ളതാണ്. തമിഴ് സ്ലാങ് വരുന്നു, അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വളരെയധികം ക്ലാരിറ്റിയോടുകൂടി പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു തീരുമാനം. ഇത് പറയാൻ കാരണം ഇന്ന് എല്ലാ ഗെയിമും കളിച്ചു, മികച്ച ടീമിലായിരുന്നു, വിൻ ചെയ്തു, സേഫ് സോണിലായിരുന്നു. പക്ഷേ എന്നിട്ടും സേഫ് സോണിൽ നിന്ന് ഔട്ട് ഹൗസിലേക്ക് എടുത്തിട്ടു, ഔട്ട് ഹൗസിൽ നിന്ന് നേരിട്ട് നോമിനേറ്റ് ചെയ്തു, പിന്നീട് എലിമിനേറ്റും ചെയ്തു. ഇവിടെയെല്ലാം നിയന്ത്രിക്കുന്നത് ബിഗ് ബോസാണ്. ബിഗ് ബോസിൻ്റെ തീരുമാനങ്ങൾ അന്തിമമാണ്. നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതും ആകട്ടെ, അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.